ഹലോ വാട്ട്സപ്പ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. നമ്മൾ ഇതിനകത്ത് മൈൻക്രാഫ്റ്റിൽ നമ്മൾ വേറെ നല്ല കളിക്കാൻ നമ്മൾ ഇന്നൊരു മോഡാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അതായത് നമ്മൾ ഇതിനകത്തൊക്കെ കാണത്തില്ലേ ഓരോ വീഡിയോയിലൊക്കെ കാണത്തില്ലേ ഒരു ടൈം ലാപ്സ് ബിൽഡിംഗ് ഒക്കെ പണിയുമ്പോൾ ആ ടൈം ലാപ്സാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. ടൈം ലാപ്സിൽ നമ്മൾ ഒരു സ്ഥലത്ത് വെച്ചിട്ടുള്ള കാണിക്കാൻ പറ്റുന്ന ഇതാണ്. നമ്മൾ എന്തായാലും വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്ത് വെക്കുക ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ ഓളിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുക ഗൈസ്. അന്നെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. എന്തായാലും നമുക്ക് താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. മോഡ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ബിൽഡിംഗ് പണിയണം റെക്കോർഡ് ചെയ്തിട്ട്. അതിനായിട്ടുള്ള ഒരു പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമാണ് നമുക്കിനി കണ്ടുപിടിക്കണത്. അത് ഇച്ചിരി ടാസ്ക്കാണ്. ഇവിടാണ് സ്പോൺ ചെയ്തുകൊണ്ട് ഇവിടെ ഫുള്ള് മലയായതുകൊണ്ട് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാണ്. എന്തായാലും നമുക്ക് കണ്ടുപിടിക്കാം. ക്രിയേറ്റീവിലാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്കിതിനകത്തൊരു സംഭവം കിട്ടും. ആ സംഭവം വെച്ചിട്ട് നിങ്ങൾക്കതിനകത്തൊരു മെനു ആണ്. ആ മെനുവിനകത്ത് നിങ്ങൾക്ക് ഒരു കാര്യങ്ങൾ കാണിക്കും. ഞാനിപ്പോൾ ആ സാധനം എടുത്ത് കാണിക്കാം. ക്രിയേറ്റീവിലാണെങ്കിൽ മാത്രമേ ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് ആ സാധനം. നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ ഇതിനകത്ത് നോക്കിയിട്ട് അതേ ഹോൾഡ് ചെയ്താൽ മതി. അന്നേരം ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുന്നത്. നിങ്ങൾ മസ്റ്റായിട്ടും ഇവിടെ പോയി ഈ സ്പീഡ് 8 ആ ഒരു റേഞ്ചിലേക്ക് കൊടുക്കുക. ഞാൻ എന്തായാലും ഇപ്പം 6 ആക്കി കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റാം. ഞാൻ ഇതുപോലെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇനി സർവൈവലിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബിൽഡിങ് കാണിച്ചിട്ട് അതിൻ്റെ ഏതെങ്കിലും ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ചീറ്റ് ഉപയോഗിക്കണം. അതിനൊരു ചീറ്റുണ്ട്. അതേ ചീറ്റിൽ നമ്മൾ ചാറ്റിൽ പോകണം. ചാറ്റ് എടുക്കട്ടെ. ചാറ്റിൽ പോയ ശേഷം നിങ്ങൾ ആദ്യം /റീപ്ലേ മെനു എന്നടിക്കണം. /റീപ്ലേ പിന്നെ ഇതുപോലത്തെ മേളിലും താഴെ കുത്തു വരത്തില്ലേ, അതടിക്കണം. ഞാനിപ്പോൾ അടിക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലത്തെ സാധനം, അതിൻ്റെ പേരറിയത്തില്ല, എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. നിങ്ങളിങ്ങനെ അടിക്കുക, എന്നിട്ട് കൊടുക്കുക. അന്നേരം നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് പഴയ ആ ക്രിയേറ്റീവിലുള്ള പോലത്തെ ഇൻ്റർഫേസ് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇത് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്ഥലം കണ്ടുപിടിക്കണം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ബിൽഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ ഒരു അയൺ ബ്ലോക്ക് വെച്ചിട്ട് പിന്നെ ഒരു ഗ്ലാസ് അങ്ങനെ വെച്ചിട്ട് മൂടിയിട്ട് ചുമ്മാ ഒരു വീട് പോലത്തെ ഒരു സംഭവമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ സാധനം എടുക്കുക. എന്നിട്ട് റെക്കോർഡിങ്ങിന് പേര് കൊടുക്കണം. റെക്കോർഡിങ്ങിന് പേര് നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കുക. ഞാനിവിടെ ടെസ്റ്റ് 1 എന്നാണ് എടുക്കുന്നത്. ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് ടെസ്റ്റ് 1 എന്ന് കൊടുത്തു. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് 3 ഓപ്ഷൻ കാണും. നോർമൽ ആണെങ്കിൽ നമുക്ക് സാധാ കൂട്ട് ബിൽഡിങ് വരുന്നതേ കാണിക്കത്തുള്ളൂ. പക്ഷേ NPC ബിൽഡറാണെങ്കിൽ നമ്മുടെ സ്കിന്നൊന്നും കാണിക്കത്തില്ല, അല്ലാതുപോലെ പണിഞ്ഞു. പക്ഷേ പ്ലെയർ അവതാറാണെങ്കിൽ നമ്മുടെ സ്കിന്നും കാണിക്കും, ബിൽഡറേയും കാണിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടമായിട്ട്, ഞാൻ ഇവിടെ പ്ലെയർ അവതാറാണ് കൊടുക്കുന്നത്, നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം ഞാനിവിടെ സബ്മിറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ സാധനങ്ങൾ എടുക്കണം. അയൺ ബ്ലോക്ക് എടുക്കണം. അയൺ ബ്ലോക്ക് താഴെയാണ്. നമ്മൾ അയൺ ബ്ലോക്ക് എടുത്തിട്ട് കോൺക്രീറ്റ് ഉണ്ട്. നമുക്ക് അയൺ ബ്ലോക്ക് എടുക്കണം. അയൺ ബ്ലോക്ക് താഴെ കിടക്കുന്ന അയൺ ബ്ലോക്ക്. നമുക്കിനി ഒരു ലൈറ്റ് കൂടെ വേണം. ഗ്ലാസ് വേണം, പിന്നെ ഒരു ലൈറ്റ് വേണം. ലൈറ്റ് വേണമെന്നില്ല, ഞാൻ ഉപയോഗിക്കാൻ പോകുന്നില്ല, ചുമ്മാ ഇരിക്കട്ടെ. നമുക്ക് രാത്രിയിൽ വെട്ടമായിട്ട് ഉപയോഗിക്കാമല്ലോ. നമുക്കെന്തായാലും ഇനി പണി സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പണി എടുക്കുന്നത് ചിലപ്പോൾ ഇച്ചിരി ലാഗായിട്ടായിരിക്കും. നിങ്ങൾക്ക് ഇച്ചിരി സ്പീഡാക്കി കാണിച്ചു തരാം.
എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. രാത്രിയായിരുന്നു കിടന്നായിരുന്നു. ഇപ്പം രാവിലെയായി. എന്തായാലും നാളെ ബിൽഡ് കാണിച്ചു തരാം. നമ്മുടെ ഔട്ട്ലുക്ക് എല്ലാം കൂടെ ഉള്ള ഒരു ലുക്ക് കാണിച്ചു തരാം. അതായത് നിങ്ങൾ കണ്ടപ്പോൾ സ്പീഡായിരിക്കും, പക്ഷേ ഭയങ്കര ടൈം എടുത്ത് ഗൈസ്. ഭയങ്കര ടൈം എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻഭാഗം. ചുമ്മാ ഒരു പ്ലാനിങ് ഇല്ലാതെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ. എന്തായാലും നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ ഫുൾ ഔട്ട്ലുക്ക്. ഇനി എന്തായാലും നമ്മൾ റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് എല്ലാം കാണിച്ചു തരാം ഗൈസ്. അതിനായിട്ട് ആദ്യം നിങ്ങൾ ഈ സാധനം എടുക്കുക. എന്നിട്ട് അവിടെ പോയി സ്റ്റോപ്പ് റെക്കോർഡിങ് ചെയ്യുക. സ്റ്റോപ്പ് റെക്കോർഡിങ് ചെയ്തിട്ട് നിങ്ങൾ മെയിനായിട്ടും ഈ സാധനം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടത്തില്ല. എന്തായാലും നമ്മൾ മൈ റെക്കോർഡ്സിങ് എടുക്കുക. മൈ റെക്കോർഡ്സ്, അതിനകത്ത് ടെസ്റ്റ് 1 നമ്മുടെ റിപ്ലൈ എടുക്കുക. എന്നിട്ട് സെറ്റ് ക്യാമറ പൊസിഷൻ എന്നുള്ളത്, അതാണ് നമ്മുടെ മെയിൻ ഐറ്റം. നമ്മൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്യാമറ ഇവിടെ ഫിക്സ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ടായിരിക്കും നമ്മുടെ എല്ലാ വിഷ്വൽസും ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഫിക്സ് ചെയ്യുമ്പോൾ ഇച്ചിരി മേളിലായിട്ട് നമുക്കെല്ലാം കാണുന്ന വിധത്തിൽ ചെയ്യണം. എന്നാലും നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് അത് കാണാൻ പറ്റത്തുള്ളൂ. നമ്മളിവിടെ ഒരു അറ്റത്തായിട്ട് ഇവിടെ ഈ ഒരു റേഞ്ചിലായിട്ടാണ് നമ്മൾ വെക്കുന്നത്. നമ്മൾ വെക്കണം. എന്നിട്ട് നമ്മൾ മൈ റെക്കോർഡ്സ് എടുക്കുക. എന്നിട്ട് ടെസ്റ്റ് 1 നമ്മുടെ റെക്കോർഡിങ് എടുക്കുക. എന്നിട്ട് സെറ്റ് ക്യാമറ പൊസിഷൻ എടുക്കുക. അപ്പോൾ നമ്മൾ ഇതിവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പറ്റും. നമ്മൾ പ്ലേ റെക്കോർഡിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ബിൽഡ് ചെയ്ത സ്ഥലം ഇവിടെ കാണിക്കാൻ പറ്റും. ഞാൻ ബിൽഡ് ചെയ്ത ഇച്ചിരി സ്പീഡാകെ കാണിച്ചു. അതിന് മുമ്പ് നിങ്ങളൊരു യൂട്യൂബർ എഡിറ്റർ വല്ലതും ആണെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ സ്ക്രീൻ റെക്കോർഡിങ് ഇതിനകത്ത് നമ്മുടെ ഗ്യാലറിയിലോട്ട് സേവ് ആകത്തുണ്ട്. നിങ്ങൾ സ്ക്രീൻ റെക്കോർഡർ ഓണാക്കുന്നതിന് മുമ്പ് നിങ്ങളിവിടെ HUD ഹൈഡ് ചെയ്ത് വെക്കുക. HUD ഹൈഡ് ചെയ്ത് വെക്കുക. ഹാൻഡില്ലേ, ഇതിനകത്ത് ഹാൻഡ്, അതും ഹൈഡ് ചെയ്ത് വെക്കുക. അന്നേരം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്നത്. നമുക്കിനി വേണമെങ്കിൽ സ്ക്രീൻ റെക്കോർഡിങ് ഓണാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. ഇന്ന് പരിചയപ്പെടുത്തിയ ചെറിയൊരു മോഡായിരുന്നു അത്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു പാർട്ട് 2 ആയിട്ട് ഈ ബിൽഡിങ്ങൊക്കെ സിനിമാറ്റിക് ലെവലിൽ കാണിക്കാൻ പറ്റുന്ന ഒരു മോഡാണ് നമ്മൾ ഇനി അടുത്ത പാർട്ട് 2 കമൻറ്റ് ചെയ്യുന്നത്. പാർട്ട് 2 ഇടണമെങ്കിൽ നിങ്ങളൊരു 5 ലൈക്ക് വന്നാൽ മതി. 5 ലൈക്ക് ഇടുകയാണെങ്കിൽ ഞങ്ങൾ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ബൈ, ടാറ്റ.